ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയേക്കുന്നത് ഒരു ഫലൂദയാണ്. ഫലൂദ എന്ന് പറയുമ്പോൾ ഐസ്ക്രീം അങ്ങനത്തെ ഒന്നും ഇതിനകത്തിട്ടില്ല കേട്ടോ. അവലും ഡേറ്റ്സും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഫലൂദ. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഈ ഡേറ്റ്സ് മാത്രം ഞാനത് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ സേമിയ അതെല്ലാം ഒന്ന് വേവിച്ച് ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്തതാണ് സേമിയ. എന്നിട്ട് പഞ്ചസാര കൂട്ടി പാലിൽ വേവിച്ച് എടുത്തതാണ് ഇതെല്ലാം. പിന്നെ ചൊവ്വരി അതുപോലെ തന്നെ ചൊവ്വരി വേവിച്ചിട്ട് ഒരൽപ്പം കളർ ചേർത്തു. സേമിയയ്ക്കകത്തും അതുപോലെ തന്നെ. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ: ഒരു ബൗള് നിറയെ വറുത്ത് അവല് ചെറുതായിട്ടൊന്ന് നമ്മൾ വറുത്തെടുക്കില്ലേ, അത് ആണ് ഒരു ബൗള്. പിന്നെ ഈന്തപ്പഴം ഒരു 15 എണ്ണം മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തതാണ്. പിന്നെ പാല് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക. പിന്നെ അതിനുശേഷം പഞ്ചസാര, അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് കേട്ടോ. പിന്നെ സേമിയ, അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, സേമിയ അത് ഇതുപോലെ വേവിച്ചിട്ട് അത് ഒരല്പം യെല്ലോ കളറും ഗ്രീൻ കളറും ചേർത്തതാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് എടുക്കാം. പിന്നെ ചൗവരി അതുപോലെ തന്നെ വേവിച്ചെടുത്താണ്. സേമിയ ഒരു ടേബിൾ സ്പൂൺ വീതം 3 എണ്ണം. പിന്നെ ഉണക്കമുന്തിരി അതൊരു 10-30 എണ്ണത്തോളം ഉണ്ട്. നമ്മളതിന് ഇടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 2 കഷ്ണം ചെറി, പിന്നെ വേഫേഴ്സ്. ഇത്ര സാധനങ്ങളാണ് ഒരു ഫലൂദ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്ര സാധനങ്ങൾ കൊണ്ടാണ് കേട്ടോ. അപ്പം ആദ്യം ഞാൻ ഒരു ബൗളിലേക്ക് പാലൊഴിച്ചിട്ട് ഈ ഈന്തപ്പഴം പഞ്ചസാര ഇട്ട് കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മിക്സിയിൽ അടിക്കുന്നുള്ളൂ. പഞ്ചസാര ഇതിലേക്ക് നമുക്കിടാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈന്തപ്പഴം നമുക്ക് അതിലേക്ക് ഇടാം. നല്ല തണുത്ത പാലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ നമുക്ക് കണ്ടില്ലേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈന്തപ്പഴം ഇതിലേക്ക് ഇടുക. അതൊരു 10-15 മിനിറ്റ് ഇതിനകത്ത് ഒന്ന് കുതിർക്കാൻ വയ്ക്കണം കേട്ടോ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഞാൻ ചെയ്യാൻ വേണ്ടത് മിക്സിയിലിട്ടതൊന്ന് അടിക്കുകയാണ്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ പാലിനകത്ത് ഞാൻ ഇട്ട് വെച്ചിരുന്നല്ലോ, അപ്പോൾ പാല് ഫുള്ളോടുകൂടി ഒഴിക്കാൻ പാടില്ല, അറിയാമല്ലോ. അപ്പോൾ ആ ഈന്തപ്പഴം അതിനകത്തേക്ക് എടുത്തിടുക പാലിൽ നിന്ന്. അതിനുശേഷം പിന്നീട് അവലും കൂടെ ചേർക്കുക. അവൽ ഫുള്ളിടരുത് കേട്ടോ, കുറച്ചിട്ടാൽ മതി. എന്നിട്ടൊന്ന് മിക്സിയിൽ നല്ല ബ്ലെൻഡ് ചെയ്തെടുക്കുക. പാല് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ അവല് മിക്സിയിൽ അടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ കഴിയണത് ജസ്റ്റ് പൊടിച്ചിട്ട് അതിനകത്തൊന്ന് മിക്സ് ചെയ്താലും മതി കേട്ടോ. ഈ ഈന്തപ്പഴവും പാലും കൂടെ അടിച്ചാൽ മതിയാവും.
വരുമ്പോൾ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ മധുരം ചേർക്കാൻ. അപ്പോൾ ഇനി ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഗ്രീൻ കളർ വേവിച്ച സേമിയ ഇടുകയാണ്. അതിനുശേഷം നമുക്കിങ്ങനെ ഓരോരോ ലെയറായിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം അവൽ കയ്യുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതുണ്ടല്ലോ, ഇനി ചൊവ്വരിയോ അല്ലെങ്കിൽ യെല്ലോ കളർ സേമിയോ ഇടുക. അപ്പോൾ അതിന് ഗ്രീനിൻ്റെ മുകളിൽ ഒരു പിങ്ക് ആക്കിക്കോട്ടെ എന്ന് വെച്ചാൽ ഈ പിങ്ക് കളർ വേവിച്ച ചൊവ്വരിയാണ് കേട്ടോ ഇടുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. സേമിയ എന്തായാലും ഇടണം. അതിൻ്റെ മീതെ കുറച്ച് അവലിടുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനി വൈറ്റ് കളറാണ് ഞാനിടുന്നത്. ഇത് ചുമ്മാ പാലിൽ വേവിച്ചിട്ടേ ഒരു ബൗളിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം മാറ്റി വെച്ചിട്ട് ഞാൻ ഈ കളറൊന്ന് ചേർത്ത് മിക്സ് ചെയ്യായിരുന്നു കേട്ടോ. ഒരു വെടിക്ക് നമുക്ക് ഈ മൂന്നും ഉണ്ടാക്കിയെടുക്കാം. 3 ബൗളിലേക്ക് ആക്കിയാൽ മതിയല്ലോ. ഒരു തുള്ളി കളർ ചേർക്കാവുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ മീതെ ചേർക്കുന്നത് ഈ ഉണക്ക മുന്തിരിയാണ്. ഓക്കെ, അത് സ്പൂണിൻ്റെ സഹായത്തായാലും നമുക്കൊന്ന് നിരത്തിയിടാം കേട്ടോ. എൻ്റെ മീതെ കുറച്ച് അവലിട്ടു ഞാൻ. ഈ അവല് വറുത്തതാണ്, ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഒരു ജസ്റ്റ് ഒരു 2 മിനിറ്റ് അടുപ്പത്ത് വെച്ചൊന്ന് വറുത്തെടുത്ത അവലാണ്. എൻ്റെ മീതെ യെല്ലോ കളർ ഇടുന്നു. വീണ്ടും കുറച്ച് അവലിടുക. അപ്പോൾ നമ്മൾ ഈ ഫലൂദ കഴിക്കുന്നത് സ്പൂൺ കൊണ്ട് വേണം കഴിക്കാൻ. നമ്മൾ മുകളിൽ ഒഴിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, നമ്മൾ ആ മിക്സിയിൽ അടിച്ചത്, അത് ഒരു നീളമുള്ള സ്പൂൺ കൊണ്ട് കഴിക്കുക. അപ്പം നമ്മൾ അടിയിലത്തെ സേമിയയും അവലും മുന്തിരിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നീളമുള്ള സ്പൂൺ കൊണ്ട് കഴിക്കാൻ ശ്രമിക്കാം. ഓക്കെ, മിക്സിയിൽ അടിച്ച് ഞാൻ ഒഴിച്ചു. ഇനി ഒരു ഇച്ചിരി അവലിട്ടു. ജസ്റ്റ് ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ. മുന്തിരിങ്ങ ഇതുപോലെ വെച്ചു. നല്ല തിക്കായിട്ടുള്ളതുകൊണ്ട് ഇത് അത്ര പെട്ടെന്ന് താഴേക്കൊന്നും പോകില്ല കേട്ടോ. പിന്നെ ഒരു ചെറി. വേഫേഴ്സും വെക്കുക. ഓക്കെ, അപ്പോൾ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക.